ഹായ് മക്കളെ, അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പാഠഭാഗം അവസാനിച്ചു. ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കും അതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ ആ പാഠഭാഗം മുഴുവനായും നിങ്ങൾ എന്താക്കണം, ഓർത്തിരുന്ന് പഠിക്കണം. ഇതിലെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: വൈ ആർ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് കാറ്റഗറൈസ്ഡ് ആസ് ഫ്ലൂയിഡ്സ്? ഗ്യാസസിനെയും ലിക്വിഡുകളെയും എന്തുകൊണ്ടാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്? ഗ്യാസസ് ആയാലും ശരി, ലിക്വിഡുകളായാലും ശരി, അവരെല്ലാം തന്നെ ദേ ക്യാൻ ബി ഫ്ലോ ആസ് ഇൻ ദ ഫോം ഓഫ് എ ലിക്വിഡ്, അല്ലേ? അവർ ഒഴുകാൻ സ്വഭാവശേഷിയുള്ളവരാണ്, അതായത് ഫ്ലോ ചെയ്യാൻ സ്വഭാവശേഷിയുള്ളവരാണ്. അതായത് ഫ്രീ ആയിട്ട് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വൈ ആർ സോളിഡ്സ് റിജിഡ്? എന്തുകൊണ്ട് സോളിഡുകൾ റിജിഡാണ്? നമ്മൾ പറഞ്ഞിരുന്നു, എല്ലാ സോളിഡുകൾക്കും ഒരു ഡെഫിനിറ്റായ ഷേപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ സോളിഡുകൾക്കകത്തുള്ള പാർട്ടിക്കിളുകളെല്ലാം തന്നെ ക്ലോസ്ലി പാക്ഡ് ആണ്. അവർ തമ്മിൽ ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇത്രയും ഉള്ളത് കൊണ്ടാണ് എല്ലാ സോളിഡുകളും നമ്മൾ റിജിഡ് ആണ് എന്ന് പറയാനുള്ള കാരണം. റെഡി? ഇനി മറ്റൊരു കാര്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതാണ്, അത് ഇത്രയേ ഉള്ളൂ: വൈ ഈസ് ഗ്ലാസ് ഈസ് കൺസിഡേർഡ് ആസ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡ്? എന്തുകൊണ്ടാണ് ഗ്ലാസിനെ നമ്മൾ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ദേ ക്യാൻ ബി ഫ്ലോ ആസ് ഇൻ ദ ഫോം ഓഫ് എ ലിക്വിഡ്. ലിക്വിഡ് പോലെ ഫ്ലോ ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് ഗ്ലാസിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: സോളിഡ് എ, ക്യാപിറ്റൽ എ, സോളിഡ് എ ഇസ് വെരി ഹാർഡ് ആൻഡ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ഇൻ സോളിഡ് ആസ് വെൽ ആസ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ആൻഡ് മെൽറ്റ് അറ്റ് എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ. വാട്ട് ടൈപ്പ് ഓഫ് എ സോളിഡ് ഇസ് ദിസ്? എ എന്ന് പറയുന്ന സോളിഡ് ഹാർഡാണ്, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്, മോൾട്ടൺ സ്റ്റേറ്റിൽ അത് ഹയർ ടെമ്പറേച്ചറിലാണ് എന്താവുക, മെൽറ്റ് ചെയ്യുക. നല്ല ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ മെൽറ്റ് ചെയ്യുള്ളൂ എങ്കിൽ അത് തീർച്ചയായിട്ടും കൊവാലന്റ് സോളിഡുകളായിരിക്കും. ഡയമണ്ടും ക്വാർട്സും പോലുള്ള ഹയർ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യുന്നവരടങ്ങിയ കൊവാലന്റ് സോളിഡ് ആയിരിക്കും അത്. ഇനി ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. തന്നിരിക്കുന്ന സോളിഡുകളെ ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും വേർതിരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. വൺ ഈസ് ക്രിസ്റ്റലൈൻ ആൻഡ് അനദർ വൺ ഈസ് അമോർഫസ്. തന്നിരിക്കുന്ന എല്ലാ സോളിഡുകളെയും ക്രിസ്റ്റലൈൻ സോളിഡുകളെന്നും അമോർഫസ് സോളിഡുകളെന്നും വേർതിരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ ഞാൻ അങ്ങ് തരാം: പോളിയൂറത്തേൻ, നാഫ്തലീൻ, ബെൻസോയിക് ആസിഡ്. ഒന്നുകൂടി പറയാം: പോളിയൂറത്തേൻ, നാഫ്തലീൻ, ബെൻസോയിക് ആസിഡ്, ടെഫ്ലോൺ, പൊട്ടാസ്യം നൈട്രേറ്റ്, സെല്ലോഫെയിൻ, പോളിവിനൈൽ ക്ലോറൈഡ്, പിന്നെ പോളിവിനൈൽ ക്ലോറൈഡ്, ഫൈബർ ഗ്ലാസ്, ദെൻ കോപ്പർ. ഫൈബർ ഗ്ലാസ് കഴിഞ്ഞാൽ കോപ്പർ. പെട്ടെന്നൊന്ന് മക്കൾ ക്ലാസിഫൈ ചെയ്തേ, ഇതിൽ ഏതൊക്കെയാ ക്രിസ്റ്റലൈൻ, ഏതൊക്കെയാ അമോർഫസ് എന്ന് നോക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും. അതിൽ നാഫ്തലീൻ നോക്കണേ, നാഫ്തലീൻ, ബെൻസോയിക് ആസിഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, കോപ്പർ, ഇതെല്ലാം തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. പോളിയൂറത്തേൻ പോളിമർ ആണ്, അതുപോലെ ടെഫ്ലോണ്, അതുപോലെ തന്നെ പോളിവിനൈൽ ക്ലോറൈഡ്, ഫൈബർ ഗ്ലാസ്, സെല്ലോഫെയിൻ, ഇതെല്ലാം തന്നെ ഏത് കാറ്റഗറിയിൽ വരും? അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക, അമോർഫസ് സോളിഡ്സ്. റെഡി? ഇതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള എക്സാമ്പിളുകളാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോളിഡുകൾ ഉണ്ടായിരുന്നില്ലേ, അതും ഇതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒന്ന് കൊവാലന്റ്,
മറ്റൊന്ന് മോളിക്യുലാർ, അയോണിക്, മറ്റൊന്ന് മെറ്റാലിക് അല്ലേ? നമ്മൾ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ 4 എണ്ണമായിരുന്നു ഇത്. കൊവാലന്റ്, മോളിക്യുലാർ, അയോണിക്, മെറ്റാലിക് എന്ന് പറയുന്ന 4 കാറ്റഗറിയാണ്. കൊവാലന്റിൽ വരുന്നതാണ് ഗ്രാഫൈറ്റ്, സിലിക്കൺ കാർബൈഡ്. നോട്ട് ചെയ്തോളൂ, ഗ്രാഫൈറ്റ്, സിലിക്കൺ കാർബൈഡ്. മോളിക്യുലാറിൽ വരുന്നതാണ് ബെൻസീന്, അതുപോലെ തന്നെ അമോണിയ, ആർഗൺ, യൂറിയ, വാട്ടർ. ഇതെല്ലാം തന്നെ മോളിക്യുലാർ സോളിഡ്സ് ആണ്. അയോണിക് സോളിഡ്സിൽ വരുന്നതാണ് പൊട്ടാസ്യം സൾഫേറ്റ്, സിങ്ക് സൾഫൈഡ്. ഇതെല്ലാം തന്നെ അയോണിക് സോളിഡ്സ് ആണ്. മെറ്റാലിക് സോളിഡിൽ റുബീഡിയം, അതുപോലെ തന്നെ ടിൻ, റുബീഡിയം ഒക്കെ അതിനകത്ത് വരുന്നതാണ്. റുബീഡിയം ആണ് കേട്ടോ, റുബീഡിയം ആണ്. റുബീഡിയം, ടിൻ ഒക്കെ മെറ്റാലിക് സോളിഡ്സ് ആണ്. ഇനിയും വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾസ് പറയാം കേട്ടോ. കൊവാലന്റ് സോളിഡ്സിന് എക്സാമ്പിൾ ആണ് ഗ്രാഫൈറ്റ്, സിലിക്കൺ കാർബൈഡ് തന്നെയാണ് ബേസിക്കലി ഉള്ളത്. മോളിക്കുലാർ സോളിഡ്സിന് വേണമെങ്കിൽ ഫോസ്ഫറസ് പെൻഡോക്സൈഡ്, ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അതെല്ലാം. ഫോസ്ഫറസ്, അയഡിന്, എൻട്രൻസിനടക്കമാണ് സാർ ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ. മോളിക്കുലാർ സോളിഡ്സിന് സ്ഥിരമായി ചോദിച്ചിട്ടുള്ളവയാണ് ബെൻസീന്, അമോണിയ, ആർഗൺ, യൂറിയ, വാട്ടർ, ഫോസ്ഫറസ് പെൻഡോക്സൈഡ്, P4 പ്യുവർ ഫോസ്ഫറസ്, അതുപോലെ തന്നെ അയഡിൻ. അയോണിക് സോളിഡ്സിന് ഇത് കൂടാതെ ചോദിച്ചിട്ടുള്ളതൊന്ന് ലിഥിയം ബ്രോമൈഡും അതുപോലെ തന്നെ അമോണിയം ഫോസ്ഫേറ്റും ലിഥിയം ബ്രോമൈഡുമാണ് അയോണിക് സോളിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ മെറ്റാലിക്കിന് റുബീഡിയം 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടിന്ന് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം, അതിതാണ് ബ്രാസ്. അലോയ് ആയിട്ടുള്ള ബ്രാസും മെറ്റാലിക് സോളിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. റെഡി? അപ്പോൾ കൊവാലന്റ് സോളിഡ്സ് ഉണ്ട്, മോളിക്കുലാർ സോളിഡ്സ് ഉണ്ട്, അയോണിക് സോളിഡ്സ് ഉണ്ട്, അടുത്തത് ഏതാണ്? മെറ്റാലിക് സോളിഡ്സും ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്ലാസിഫിക്കേഷനും അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ആദ്യത്തെ കാറ്റഗറി. ഇനി ഞാൻ രണ്ടാമത്തെ കാറ്റഗറിയിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയിൽ നമ്മൾ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡും അതുപോലെ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡും കണ്ടുപിടിക്കാൻ പഠിച്ചിരുന്നു അല്ലേ? ഒരു സോളിഡിനകത്ത് n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ അതിലെ ഒക്ടാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം n-ഉം ടെട്രാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം 2n-ഉം ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു സോളിഡിനകത്ത് n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ അതിലെ ഒക്ടാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം n-ഉം അതിലെ ടെട്രാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം 2n-ഉം ആയിരിക്കും. അതുമാത്രം പോരാ, നമുക്കവിടെ റേഡിയസ് കണ്ടുപിടിക്കാനും എന്താക്കണം? അറിയണം കേട്ടോ മക്കളെ. റേഡിയസ്, ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇറ്റ് ഈസ് 0.414 r. 0.414 r. ഇതിൽ r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ആണ്. റെഡി? ഇനി ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ കോർഡിനേഷൻ നമ്പർ പറയണ്ടല്ലോ, 6 ആണ്. 3 സ്ഫിയറുകളുടെ മുകളിലായി 3 സ്ഫിയറുകൾ എതിരായി വെക്കുന്നതല്ലേ? അപ്പോൾ ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. ഇനി ടെട്രാഹെഡ്രൽ വോയിഡിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ടെട്രാഹെഡ്രൽ വോയിഡിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.225 r ആണ്. 0.225 r. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ആണ്. ടെട്രാഹെഡ്രൽ വോയിഡിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ ഒരു സോളിഡിനകത്ത് n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ, ഒരു സോളിഡിനകത്ത് n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ അതിലെ ഒക്ടാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം n-ഉം ടെട്രാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം 2n-ഉം ആണ്. ഇപ്പോൾ 15 നമ്പർ ഓഫ് ആറ്റംസ് ഉള്ള ഒരു സോളിഡ് ആണെങ്കിൽ അതിലെ ഒക്ടാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം 15 തന്നെയാണ്. ടെട്രാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണമാകട്ടെ 30. തുടർന്ന് അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനും കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാനും എന്താക്കണം? അറിയണം. റെഡി?
ഇനി നമ്മൾ ഇതിലെ പ്രോബ്ലംസിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ പ്രോബ്ലം എൻ്റെ കൂടെ തന്നെ എഴുതിക്കോളൂ. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്? What is the formula of a compound when the element Y occupies CCP lattice? Y occupies CCP lattice, cubic close packing, CCP lattice, and atoms of X occupy അങ്ങനെ atoms of X occupy 2/3 of tetrahedral voids. 2/3 of tetrahedral voids. അതായത് ഒരു സോളിഡിനകത്ത് 2 ആറ്റങ്ങളാണ്. അതിൽ Y എന്ന് പറയുന്ന ആറ്റം CCP ലാറ്റിസിലാണ്. അതിൻ്റെ ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ 2/3 ആണ് ആരുള്ളത്? എക്സ് ഉള്ളത്. Y എന്ന് പറയുന്ന ആറ്റം CCP ലാറ്റിസിലാണ്. അതിൻ്റെ ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ 2/3 ആണ് ആരുള്ളത്? എക്സ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ക്രിസ്റ്റലിൻ്റെ ഫോർമുല എന്തായിരിക്കും എന്നാണ് ചോദ്യം. നോക്കുക, CCP ലാറ്റിസ് എന്ന് പറയുന്നത് FCCക്ക് സമമാണ്, ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന് സമമാണ്. CCP ലാറ്റിസ് എന്ന് പറയുന്നത് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന് സമമാണ്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഡൗട്ട് ഇല്ലല്ലോ. അതിൻ്റെ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് 4 ആ. അപ്പൊ എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും? ഡബിൾ അല്ലേ, 2n അല്ലേ, അപ്പൊ 8. അതിൻ്റെ 2/3 ആണ് ആരുള്ളത്? എക്സ് ഉള്ളത്. അപ്പോൾ 2/3 ഓഫ് 8 എന്നെന്താവും വരും. റെഡി? 2/3 ഓഫ് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ, അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അതായത് 16/3 ആരുണ്ട്? എക്സ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയിൽ എന്താക്കാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് 16/3 ആണ്, Y ആകട്ടെ 4. ഡൗട്ട് ഇല്ലല്ലോ. എക്സ് 16/3 ആണ്, Y ആകട്ടെ 4. ഈ 3നെ ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ എക്സ് 16, Y 12 എന്ന് വരും. ഒരു കോമൺ നമ്പർ കൊണ്ട് കട്ട് ചെയ്യാം നമുക്ക്. 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എക്സ് 4 16 അല്ലേ, 12 കട്ട് ചെയ്യുമ്പോൾ 3, x4 y3 എന്നെന്താവും ഫോർമുല വരും. ഒന്നും കൂടി പറയാം. Y എന്ന് പറയുന്ന ആറ്റംസ് CCP ലാറ്റിസിലാണെന്ന് പറഞ്ഞാൽ CCP FCCക്ക് ഈക്വൽ ആണെന്ന് നമ്മൾ തിയറി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് 4 ആ. അതിൻ്റെ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് 4 ആണെങ്കിൽ അതിൻ്റെ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. അതിൻ്റെ 2/3 ആണ് ആരുള്ളത്? എക്സ് ഉള്ളത്. അപ്പൊ 2/3 ഓഫ് 8 എന്ന് വരും. 16/3 എന്നെന്താവും വരും. അപ്പൊ എക്സ് 16/3, Y 4. 3നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എക്സ് 16, Y 12 എന്ന് വരും. അപ്പൊ x4 y3 എന്നെന്താവും വരും. പിടികിട്ടിയോ? അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. Then there is a next question. There is another one, very important one. X-ray diffraction studies. അടുത്ത ചോദ്യം. X-ray diffraction studies shows that copper crystallizes in a FCC unit cell. Copper crystallizes in a FCC unit cell. FCC unit cell എന്ന് പറയുമ്പോൾ FCCയിലെ നമ്പർ ഓഫ് ആറ്റംസ് 4 ആ. ഒക്കെ പറയുമ്പോൾ അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ നോട്ട് ചെയ്യുക. FCC യൂണിറ്റ് സെൽ വിത്ത് സെൽ എഡ്ജ് ഓഫ് സെല്ലിന്റെ എഡ്ജ്, ഒരു ക്യൂബിന്റെ എഡ്ജ് A എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട് അവർ? വിത്ത് എ സെൽ എഡ്ജ് ഓഫ് 3.608 into 10⁻⁻⁸ centimeter.
3.608 into 10 raised to minus 8 centimeter. In a separate experiment, copper is determined to have a density of 8.92 gram per centimeter cube. 8.92 gram per centimeter cube. Calculate the atomic mass of copper. Calculate the atomic mass of copper. ഡെൻസിറ്റിയും അറ്റോമിക് മാസും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതാണ്. D ഈക്വൽ ടു ZM ബൈ A ക്യൂബ് ഇൻറ്റു NA. മാസ് ഓഫ് കോപ്പർ കാണാനാ, എം കാണാനാ. അപ്പൊ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എമ്മിന്റെ പരുവത്തിലാക്കുമ്പോൾ ഇറ്റ് ഈസ് DA ക്യൂബ് NA ബൈ Z എന്ന് വരും. M is equal to DA ക്യൂബ് NA ബൈ Z. ഡെൻസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? 8.92 ഇൻറ്റു എ തന്നിട്ടുണ്ട്. എൻ്റെ ക്യൂബാ, എപ്പോഴും പരീക്ഷയ്ക്ക് വിട്ടുപോണതാ കുട്ടികൾ അത് ക്യൂബ് എടുക്കാൻ. 3.608 ഇൻറ്റു 10 raised to minus 8 ഹോൾ ക്യൂബ് ഇൻറ്റു NA അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10 raised to 23 ഹോൾ ഡിവൈഡഡ് ബൈ Z. FCC എന്ന് പറഞ്ഞു. ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. മുകളിൽ ഹോൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ വാല്യൂസിൽ വ്യത്യാസം വരും. എല്ലാവരും ചെയ്തു നോക്കണേ മക്കളെ. കാൽക്കുലേറ്ററിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം വരിക 63.1 എന്നാണ്. 63.1 U. അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് മോളിക്കുലാർ മാസ് എന്താവുക വരിക. റെഡി? ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നേരത്തേതുപോലെ തന്നെ ഒരു ചോദ്യം. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്? What is the formula of the compound in which the element Y forms CCP lattice? The element Y forms CCP lattice, and atoms of X occupy 1/3 of tetrahedral voids. Atoms of X occupy 1/3 of tetrahedral voids. Ready? What is the formula of the compound എന്നല്ലേ ചോദ്യം. അപ്പൊ നോക്കൂ, Y എന്ന് പറയുന്നത് CCP ലാറ്റിസിലാണ്. CCP ലാറ്റിസ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? FCC ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന് ഈക്വൽ ആണ്. അതായത് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന് ഈക്വൽ ആണ്. അതായത് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. റെഡി? അതിൻ്റെ ടെട്രാഹെഡ്രൽ വോയിഡ് 4 ആണ് നമ്പർ ഓഫ് ആറ്റംസ്. അതിൻ്റെ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുമ്പോൾ എത്ര വരും? 8 വരും. അതിൻ്റെ 1/3 ആണ് ആരുള്ളത്? എക്സ് ഉള്ളത് അല്ലേ? അപ്പോൾ 8 ഇൻറ്റു 1/3 എന്ന് വരും. 8/3 എന്ന് എക്സ് വരും. ഇനി എഴുതി നോക്കിക്കൂടെ നമുക്ക്? എക്സ് 8/3, വൈ 4. 3നെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എക്സ് 8, വൈ 12 എന്ന് വരും. 4 കൊണ്ട് കട്ട് ചെയ്തൂടെ? അപ്പോൾ എക്സ് 8 കട്ട് ചെയ്യുമ്പോൾ 2, വൈയിൽ 3. വാട്ട് ഈസ് ദ ഫോർമുല? x2 y3 എന്നെന്താവും വരും. x2 y3 എന്നാണ് അതിൻ്റെ ഫോർമുല എന്താവുക വരിക. റെഡി? ദെൻ ദർ ഇസ് എ നെക്സ്റ്റ് വൺ. A cubic solid is made up of two elements P and Q. A cubic solid is made up of two elements P and Q. Atoms of Q is present at
atoms of Q is present at corners of the cube. Atoms of Q is present at corners of the cube, and atoms of P at the body center. At the body center. What is the formula of the compound? നോക്കൂ, ഒരു സോളിഡിനകത്ത് രണ്ട് ആറ്റംസ് ആണ് പിയും ക്യൂവും. അതിൽ ക്യൂ എന്ന് പറയുന്ന ആറ്റം എക്സിസ്റ്റ് ചെയ്യുന്നത് കോർണേഴ്സിലാണ്. റെഡി? എത്ര കോർണർ ഉണ്ട് ഒരു ക്യൂബിന്? 8 കോർണർ ഉണ്ട്. ഓരോ ക്യൂബിൻ്റെയും കോൺട്രിബ്യൂഷൻ 1/8 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് 1. പി എന്ന് പറയുന്ന ആറ്റം ബോഡിയുടെ സെന്ററിലാണ്. ബോഡിയുടെ സെന്ററിൽ മാത്രമാവുമ്പോൾ അതിൻ്റെയും കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അങ്ങനെ ഒരു ആറ്റമാണ് ഉണ്ടാവുക. 1 × 1. നോക്കണേ, ക്യൂ എന്ന് പറയുന്ന ആറ്റം കോർണറിലാണ്. ക്യൂബിന് 8 കോർണറുകളാണ്. അപ്പോൾ 8 × ഒരു കോർണറിന്റെ കോൺട്രിബ്യൂഷൻ 1/8, ടോട്ടൽ 1 എന്ന് വരും. പി എന്ന് പറയുന്ന ആറ്റം എവിടെയാണ്? നമ്മുടെ ക്യൂബിന്റെ നടുക്ക് സെന്ററിലാണ്. അപ്പോൾ 1 × ബോഡി സെന്ററിന്റെ കോൺട്രിബ്യൂഷൻ 1 ആണ്. അപ്പോൾ 1 × 1. അപ്പോൾ P1 Q1 എന്ന് വരും. വിച്ച് മീൻസ് PQ എന്നാണ് ഫോർമുല എന്താവുക വരിക. ഇങ്ങനെ പലതരത്തിൽ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. റെഡി? Then there is another one. അടുത്തൊരു ചോദ്യം. An alloy of gold and cadmium crystallizes. Gold and cadmium crystallizes. Gold and cadmium crystallizes with a cubic structure. In which gold atoms occupy the corners. Gold atoms occupy the corners, and a cadmium atom fit into the face centers. Cadmium atom fit into the face centers. Assign the formula for this alloy. Assign the formula for this alloy. പറഞ്ഞത് നോക്കൂ, ഇതിൽ ഗോൾഡ് ആറ്റംസ് കോർണേഴ്സിലാണ്, കാഡ്മിയം ആറ്റംസ് ഫേസസിലാണ് എങ്കിൽ ആ ക്രിസ്റ്റലിന്റെ ഫോർമുല എന്താണെന്നാ ചോദ്യം. ഗോൾഡിന്റെ ആറ്റംസ് കോർണേഴ്സിലാണ്. ഒരു ക്യൂബിന് 8 കോർണർ ആണ്. ഓരോ കോർണറിന്റെയും കോൺട്രിബ്യൂഷൻ 1/8. ഇനി കാഡ്മിയത്തിന്റെ ആറ്റംസ് ഫേസസിലാണ്. ഒരു ക്യൂബിന് 6 ഫേസുകളാണ്. ഓരോ ഫേസിന്റെയും കോൺട്രിബ്യൂഷൻ 1/2. അപ്പോൾ AU1 8 × 1/8 എന്ന് പറയുമ്പോൾ 1, CD 6 × 1/2 എന്ന് പറയുമ്പോൾ 3, AuCD3 എന്നാണ് ആ ഒരു അലോയുടെ ഫോർമുല എന്താവുക വരിക. AuCD3. റെഡി? ഇങ്ങനെ തീർച്ചയായിട്ടും ചോദ്യം ഉണ്ടാവും കേട്ടോ. റെഡി? ഇനി ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട വളരെ എളുപ്പത്തിലുള്ള ഒരു കാര്യം, വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഞാനിവിടെ ഒന്ന് ടാബുലേറ്റ് ചെയ്യാം. ഒരു ടാബുലാർ കോളം പോലെ പറയാം. ഇത് എൻട്രൻസിനാണ് സാധാരണ ചോദിച്ച് കാണാറ്. നോക്കണം, നമുക്ക് 3 മെയിൻ യൂണിറ്റ് സെല്ലുകളാണ്. ഒന്ന് സിമ്പിൾ ക്യൂബിക്, മറ്റൊന്ന് BCC ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ, മറ്റൊന്ന് FCC ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഇതിൽ ആദ്യം അതിൻ്റെ Z നമ്പർ ഓഫ് ആറ്റംസ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്പർ ഓഫ് ആറ്റംസ് അറിയണം. സിമ്പിൾ ക്യൂബിക്കിൽ 1, ബോഡി സെന്റേർഡിൽ 2, ഫേസ് സെന്റേർഡിൽ 4. രണ്ടാമത് റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പാക്കിംഗ് എഫിഷ്യൻസിയുടെ സമയത്താണ് 6 റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. സിമ്പിൾ ക്യൂബിക്കിന്റെ റേഡിയസ് A/2, ബോഡി സെന്റേർഡിന്റെ റേഡിയസ്
√3/4a. എ എഡ്ജ് ലെങ്ത് ആണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഫേസ് സെന്റേർഡിന്റെ റേഡിയസ് a/2√2. നോക്കണേ, സിമ്പിൾ ക്യൂബിക്കിന്റെ റേഡിയസ് a/2, ബോഡി സെന്റേർഡിന്റെ റേഡിയസ് √3/4a, ഫേസ് സെന്റേർഡിന്റെ റേഡിയസ് a/2√2. ഇനി ഇതിന്റെ കോർഡിനേഷൻ നമ്പറും ഓർക്കണം. എത്രയാണ് കോർഡിനേഷൻ നമ്പർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സിമ്പിൾ ക്യൂബിക്കിന്റെ കോർഡിനേഷൻ നമ്പർ 6, ബോഡി സെന്റേർഡിൻ്റെത് 8, ഫേസ് സെന്റേർഡിൻ്റെത് അല്ലെങ്കിൽ CCPയുടേത് നമ്മൾ പറഞ്ഞിരുന്നു എത്രയാണ്? 12 ആണ് എന്ന്. അത് പ്രത്യേകം ഓർത്തിരിക്കുക കേട്ടോ. ഇവിടെയെങ്കിലും പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ട് എന്താവും വരും. റെഡി? എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു എല്ലാവരും. നെക്സ്റ്റ് വൺ, there is another question. An element with density 11.2 gram per centimeter cube, 11.2 gram per centimeter cube forms a FCC lattice. FCC ലാറ്റിസ് ആകുമ്പോൾ അടുത്ത കാര്യവും കിട്ടി. സെഡിന്റെ വാല്യൂ 4 ആണ്. FCC ലാറ്റിസ് വിത്ത് എഡ്ജ് ലെങ്ത് ഓഫ്, എഡ്ജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ക്യൂബിന്റെ വക്ക് അല്ലേ? എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട് A = 4 × 10⁻⁻8 സെന്റിമീറ്റർ. 4 × 10⁻⁻8 സെന്റിമീറ്റർ. റെഡി? കാൽക്കുലേറ്റ് the atomic mass of the element. Calculate the atomic mass of the element. Ready? നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതാണ്. D = Zm/a³ × Na. അറ്റോമിക് മാസ് m ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ m = dA³ Na/Z. റെഡി? ഡെൻസിറ്റി 11.2 ഇൻറ്റു A തന്നിട്ടുണ്ട് 4 × 10⁻⁻8 ഹോൾ ക്യൂബ് ഇൻറ്റു N. അവഗാഡ്രോ നമ്പർ 6.022 × 10⁻⁻23 ഡിവൈഡഡ് ബൈ സെഡിൻ്റെ വാല്യൂ 4. സിമ്പിൾ പ്രോബ്ലംസ് ആണ് കേട്ടോ. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 107.9 gram per mole. ചെയ്ത് നോക്കണം. ചുമ്മാ ഞാൻ പറയണത് അതേപടി കോപ്പി അടിക്കലല്ല കേട്ടോ. ചെയ്ത് നോക്കണേ. 107.9 gram per mole അല്ലെങ്കിൽ 108 എന്ന് കിട്ടിയാലും മതി. റെഡി? നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പർ crystallizes into FCC lattice. FCC ആകുമ്പോൾ സെറ്റിന്റെ വാല്യൂ 4. FCC lattice if the edge length of the cell is 3.61 into 10⁻⁸ centimeter. 3.61 into 10⁻⁸ centimeter. Calculate the density. ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാ പറഞ്ഞത്. എന്തായിരുന്നു നമ്മുടെ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ? D = Zm/a³ × Na. പെട്ടെന്ന് ചെയ്യൂ. കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു എല്ലാവരും അല്ലേ?
എത്ര കിട്ടി? 8.92 gram per centimeter cube എന്നെന്താവും വരും. ഇനി ഈ പാഠഭാഗത്തിലെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക മിനിറ്റുകൾക്കകം സെക്കൻഡുകൾക്കകം ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ്. ചോദ്യം ഇതാണ്: അലൂമിനിയം ക്രിസ്റ്റലൈസസ് ഇൻ എ ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. എന്തിന് ഈക്വലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്? FCCക്ക് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. Its radius is 125 picometer. 125 picometer. എന്നിട്ട് അതിലെ ഒന്നാമത്തെ ചോദ്യം: What is the length of the side of the unit cell? What is the length of the side of the unit cell? രണ്ടാമത്തെ ചോദ്യം: How many unit cells are there in 1 centimeter cube of aluminum? How many unit cells are there in 1 centimeter cube of aluminum? Ready? മക്കളെ നോക്കണേടാ. CCP എന്ന് പറയുന്നത് FCC യൂണിറ്റ് സെല്ലിന് സമമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ യൂണിറ്റ് സെൽ എന്നാണ്. അതായത് എഡ്ജ് ലെങ്ത് A കാണാനാ പറഞ്ഞത്. നോക്കൂ, FCCയുടെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാനിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളോട്? എന്തായിരുന്നു റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? റേഡിയസ് ഇസ് ഈക്വൽ ടു A/2√2 ആണ് FCCയില്. അപ്പൊ എഡ്ജ് ലെങ്ത് A കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എന്താണ്? റേഡിയസ് ഇൻറ്റു 2√2. റേഡിയസ് നിങ്ങൾക്ക് എത്ര പൈക്കോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. റെഡി? ക്ലിയർ? മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് എഡ്ജ് ലെങ്ത് കിട്ടും 353.5 പൈക്കോമീറ്റർ എന്ന് കിട്ടും. പൈക്കോമീറ്റർ. റെഡി? ഇനി രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഹൗ മെനി യൂണിറ്റ് സെൽ ദാർ ഇൻ 1 centimeter ക്യൂബ് ഓഫ് അലൂമിനിയം? 1 centimeter ക്യൂബ് അലൂമിനിയത്തിനകത്ത് എത്ര യൂണിറ്റ് സെല്ലുകൾ ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെല്ല് കാണുക. യൂണിറ്റ് സെല്ലിന്റെ ആകെ വോളിയം എന്ന് പറയുന്നത് A ക്യൂബ് അല്ലേ? A ഇവിടെ ഉണ്ട്, പൈക്കോമീറ്ററിലാണ്. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ 353.5 ഇൻറ്റു 10⁻⁻10 ഹോൾ ക്യൂബ്. പൈക്കോമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കിയിട്ട് അതിന്റെ ഹോൾ ക്യൂബ് കണ്ടു. വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. നമ്മളോട് 1 centimeter ക്യൂബ് അലൂമിനിയത്തിനകത്തുള്ള യൂണിറ്റ് സെല്ലുകളുടെ എണ്ണമാ കാണാൻ പറഞ്ഞത്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെല്ല് ചെയ്താൽ മതി. 1 centimeter ക്യൂബിലുള്ളതല്ലേ കാണാൻ പറഞ്ഞത്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ എന്താക്കിയാൽ മതി? ചെയ്താൽ മതി. നമ്പർ ഓഫ് യൂണിറ്റ് സെല്ല് കാണാൻ നിശ്ചിത ഏരിയ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ആ ഏരിയ ഡിവൈഡഡ് ബൈ ആകെ വോളിയം ചെയ്താൽ എത്ര യൂണിറ്റ് സെല്ലുകൾ ഉണ്ട് എന്നെന്താവും കിട്ടും. ഇറ്റ് ഈസ് 2.26 ഇൻറ്റു 10⁻22 യൂണിറ്റ് സെൽ. 2.26 ഇൻറ്റു 10⁻22 യൂണിറ്റ് സെൽ എന്നെന്താവും നിങ്ങൾക്ക് കിട്ടും. റെഡി? ചെയ്തു നോക്കണേ മക്കളെ. ഇത്തരം പ്രോബ്ലങ്ങൾ ചെയ്താൽ മാത്രമേ ആ ഒരു ഭാഗം നിങ്ങൾക്ക് എന്താവുള്ളൂ, ക്ലിയർ ആവുള്ളൂ. തിയറി മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമായില്ല. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളും നിങ്ങൾ എന്താക്കണം, നോക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളും ഈ പറഞ്ഞ പ്രോബ്ലംസും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും എന്താക്കുക, പ്രോബ്ലംസ് ഒക്കെ ഒന്ന് എന്താക്കുക, ചെയ്തു നോക്കുക കേട്ടോ. താങ്ക് യു ഓൾ ഓഫ് യു.